ഇന്ന് രാവിലെ ഏതാണ്ട് 6:33-നാണ് തസ്മിത് സഞ്ചരിച്ച ട്രെയിൻ എഗ്മോറിൽ ചെന്നൈ എഗ്മോറിൽ എത്തിയത്. ആ സമയത്ത് അവിടെ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ കാണുന്നത് രാവിലെ തസ്മിത് അവിടെ എത്തുന്ന സമയത്തെ CCTV ദൃശ്യങ്ങളാണ്. റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിൽ എക്സിറ്റ് പോയിന്റിൽ ആ കുട്ടി 13 വയസ്സുകാരി അവിടെ കടന്നു പോകുന്ന ആ ദൃശ്യങ്ങളാണ് പരിശോധനയിൽ ലഭ്യമായത്. ഇത് സ്ഥിരീകരിച്ചത് റെയിൽവേ പോലീസും ചെന്നൈ തമിഴ്നാട് പോലീസും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ചെന്നൈയിൽ നിന്ന് മറ്റെവിടേക്കോ കുട്ടി നീങ്ങി എന്ന വിവരം പുറത്തു വന്നത്. അല്പസമയം മുമ്പാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 24 അത് ലഭിക്കുകയും ചെയ്തു. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇത് എക്സിറ്റ് പോയിന്റിൽ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലെ എക്സിറ്റ് പോയിന്റിൽ നിന്നുള്ള CCTV ഫുട്ടേജാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇപ്പോൾ RPF വളരെ കൃത്യമായി മൂവ്മെന്റ് നോക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എവിടേക്ക് പോയി, അതിനുശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോയെങ്കിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്തിട്ടുണ്ടാവുക? അത്തരം ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ പോലീസിന് ഇപ്പോൾ. വിജയകുമാർ, അതായത് രാവിലെ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന സ്ഥിരീകരണം എന്തായാലും RPFന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു. മാത്രമല്ല എക്സിറ്റ് പോയിന്റ് വരെ, അതായത് മൂന്നാമത്തെ എക്സിറ്റ് പോയിന്റിൽ വഴി കുട്ടി പോകുന്ന ദൃശ്യങ്ങളും എന്തായാലും RPF നിലവിൽ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും കുട്ടി എവിടേക്ക് പോയി എന്നുള്ളത് സംബന്ധിച്ചാണ് നിലവിൽ ഒരു പ്രശ്നമുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പെരമ്പൂരിൽ എത്തുന്ന ആ ഗുവാഹത്തി എക്സ്പ്രസിൽ ഈ കുട്ടി കയറിയിട്ടുണ്ടാകുമോ എന്ന സംശയത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീളുന്ന ഒരു നിലയുണ്ട്. എന്തായാലും അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആ പെരമ്പൂരിൽ നിന്ന് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതെല്ലാം നമുക്ക് സൂചനകൾ നൽകുന്നത്. കാരണം കന്യാകുമാരിയിൽ എത്തി അവിടെ നിന്നും ചെന്നൈ എഗ്മോറിലേക്കുള്ള ട്രെയിൻ കയറുന്നു, രാവിലെ ഇവിടെ എത്തുന്നു. അതിനുശേഷം കൃത്യമായ സമയം, ആ ട്രെയിൻ എത്തുന്ന സമയമൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുഴുവൻ CCTV ദൃശ്യങ്ങളും നിലവിൽ RPF ഇവിടെ പരിശോധിക്കുന്നുണ്ട്. അതായത് ഇതിനകത്ത് വന്ന ഈ കുട്ടി ബാറ്ററി കാറിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എക്സിറ്റ് പോയിന്റ് വരെ പോകുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ RPFന് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾക്ക് ശേഷം, അതായത് വീണ്ടും കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റേത് ട്രെയിനിലാണ് കയറിയത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ എഗ്മോർ സ്റ്റേഷനിൽ രാവിലെ 6:33-നാണ് ട്രെയിൻ എത്തിയത്. കന്യാകുമാരിയിൽ നിന്ന് എഗ്മോറിലേക്ക് പോയ ആ ട്രെയിൻ, അതിൽ ആ കുട്ടി ഉണ്ടായിരുന്നു. 6:33-ന് എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ അതെത്തി. ആ ട്രെയിനിൽ നിന്ന് കുട്ടി പുറത്തേക്ക് ഇറങ്ങി എക്സിറ്റ് പോയിന്റിൽ വരെ എത്തി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിൽ വിവരങ്ങളില്ല. റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടോ എന്നതും ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ബസ്സിലോ റോഡ് മാർഗമോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടുമോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേരള പോലീസ് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ തമിഴ്നാട് പോലീസും RPFും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വളരെ ഊർജിതമായി അന്വേഷണം നടക്കുന്നുണ്ട്. മനുഷ്യ കേൾക്കാമെങ്കിൽ ഈ വിജയവാഡയിലേക്ക് ആ ട്രെയിൻ എത്താൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഗുവാഹത്തിയിലേക്ക് പോകുന്ന ട്രെയിൻ. അപ്പോൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കുക, അഡോണി എക്സ്പ്രസ് പരിശോധിക്കുക എന്നൊരു തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള സന്ദേശം ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് വിജയവാഡയിലേക്ക്. അപ്പോൾ അവിടെ എപ്പോഴായിരിക്കും ട്രെയിൻ എത്തുക? പരിശോധന നടക്കുന്നുണ്ടാകുമോ? എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമാണോ? വിജയകുമാർ, അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നിലവിൽ ലഭ്യമല്ല. പക്ഷേ ഈ ട്രെയിനിന്റെ റൂട്ട് വളരെ കൃത്യമാണ്. കാരണം 1.5 മണിക്കൂർ വൈകിയാണ് ആ തീവണ്ടി നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രെയിൻ വിജയവാഡയിൽ എത്തുമ്പോൾ അവിടെ പരിശോധന നടത്താനുള്ള ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. സ്വാഭാവികമായും അവിടെ വളരെ വേഗത്തിലുള്ള പരിശോധന നടക്കും. ആ പരിശോധന നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ കുട്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല 6:30 മണിക്ക് തന്നെ കുട്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എക്സിറ്റ് പോയിന്റിലേക്ക് കുട്ടി വരുന്ന ദൃശ്യങ്ങളുണ്ട്. അത് ബാറ്ററി കാറിൽ ആ കുട്ടി വരുന്ന ദൃശ്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ RPF സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടെ നിന്നും പെരമ്പൂരിലേക്ക് 9 മണിയാവുമ്പോഴേക്കും എത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവിടെ നിന്നും ആ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വിജയവാഡയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തും. കേരളത്തിലെ അന്വേഷണ സംഘം അത്തരത്തിലുള്ള റിക്വസ്റ്റ് എന്തായാലും വിജയവാഡയിലേക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. RPF വഴി തന്നെയാണ് ആ ഒരു കാര്യവും ചെയ്തിട്ടുള്ളത്. അതായത് റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്നുള്ള ഒരു ദൃശ്യവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ എഗ്മോർ സ്റ്റേഷന് പുറത്തേക്കുള്ള എക്സിറ്റ് പോയിന്റിലേക്കുള്ള ഒരു വഴിയിൽ നിന്നുള്ള ഒരു ഫുട്ടേജ് മാത്രമാണ് ഇത് ഈ ഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലേ? അതെ, ഈ കുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യം, അതുപോലെ തന്നെ ബാറ്ററി കാറിലാണ് ഈ കുട്ടി എക്സിറ്റ് പോയിന്റിലേക്ക് പോകുന്നത്. മൂന്നാമത്തെ എക്സിറ്റ് പോയിന്റ് വഴി ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, ഇത്രയും ദൃശ്യങ്ങളാണ് നിലവിൽ
RPF ശേഖരിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള ഇന്ന് പൂർണ്ണമായും പകലുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ RPF ശേഖരിക്കുന്നുണ്ട്. കാരണം എപ്പോഴെങ്കിലും കുട്ടി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇവിടെ. കാരണം 5 ഉദ്യോഗസ്ഥരാണ് ആ കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് പൂർണ്ണമായും തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എല്ലാ CCTVകളും പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വഴിക്ക് കുട്ടി അകത്തെത്തിയിട്ടുണ്ടോ, വീണ്ടും അകത്തെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്ന ഒരു കാര്യം തന്നെ. ഒപ്പം തന്നെ ഈ പറഞ്ഞ പെരമ്പൂരിൽ നിന്നുള്ള ട്രെയിനിൽ കുട്ടി കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സംശയം നിലവിലുണ്ട്. ആ ട്രെയിനിന്റെ കൃത്യമായ റൂട്ട് മാപ്പ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത് ഏറെക്കുറെ വിജയവാഡ എത്താനാകുന്നു. ട്രെയിൻ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലേക്ക് എത്തുന്നു. അവിടെയും ഈ രീതിയിലുള്ളൊരു പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വിജയകുമാർ. യെസ്, മനേഷ് മൂർത്തിയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. എഗ്മോറിൽ നിന്ന്, അതായത് എഗ്മോറിൽ നിന്ന് പെരുമ്പൂരിലേക്കുള്ളത് ഏതാണ്ട് 8-9 കിലോമീറ്റർ ദൂരം മാത്രം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബസ് മാർഗം എഗ്മോറിൽ നിന്ന് പെരുമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എഗ്മോർ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കാണ് 13 വയസ്സുകാരിയായ കുട്ടി ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി റോഡ് മാർഗം പെരുമ്പൂർ സ്റ്റേഷനിലേക്ക് എത്താം. 9:15-നും 9:20-നും ഇടയിൽ ഇന്ന് രാവിലെ ആ ട്രെയിൻ അഡോണി എക്സ്പ്രസ് അവിടെ നിന്ന് ഗുവാഹത്തിയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. 6:33-ന് എഗ്മോറിലെത്തിയിട്ടുള്ള ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ തസ്മിത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 9:15-ന് വളരെ മുമ്പ് തന്നെ പെരുമ്പൂരിൽ എത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ കിട്ടിയിട്ടുണ്ടാകാം, അതിൽ ഗുവാഹത്തിയിലേക്ക് പോയിട്ടുണ്ടാകാം, അസമിലേക്ക് പോയിട്ടുണ്ടാകാം എന്നത് ഒരു സാധ്യതയാണ്. മറ്റൊന്ന് ബംഗളൂരുവിലേക്ക് സഹോദരൻ അവിടെയുണ്ട്, സഹോദരൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാകാം. അതിനും ഈ ട്രെയിനുകൾ ധാരാളം ഈ രാവിലെ ഏതാണ്ട് 8 മണിക്കും 11 മണിക്കും ഇടയിൽ ഈ ട്രെയിനുകൾ ബംഗളൂരുവിലേക്ക് 2 സ്റ്റേഷനിൽ നിന്നുമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ നിന്ന് അത്തരം ഒരു യാത്രയും നടത്തിയിട്ടുണ്ടാകാം. 2 സാധ്യതകളാണുള്ളത്. അതിലേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അരുൺ രാജ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഇപ്പോൾ അരുണിൻ്റെ പക്കൽ കുറച്ച് വിവരങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ യാത്ര ഏതാണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു യാത്രയാണ്. സഹോദരനുമായി ആ കുട്ടി ആശയവിനിമയം നടത്തിയിരുന്നു നേരത്തെ. ഏതൊക്കെയോ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു യാത്ര. അത്തരം ചില സൂചനകൾ കൂടിയാണല്ലോ അരുൺ പങ്കുവെക്കുന്നത്. എന്തൊക്കെയാണ് അക്കാര്യത്തിൽ പോലീസ് സംശയിക്കുന്നതും അല്ലെങ്കിൽ ലഭ്യമായ സൂചനകളും? ഇക്കാര്യത്തിൽ പോലീസിന് മുമ്പിലേക്ക് എത്തുന്നത് ചില കാരണങ്ങളാണ്. കാരണം ഈ 13 വയസ്സുള്ള കുട്ടി രക്ഷിതാക്കളുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഈ കുട്ടി മുമ്പ് ഒരു തവണ മാത്രമാണ് ട്രെയിനിൽ സഞ്ചരിച്ചത്. അത്തരം ഒരു കുട്ടിക്ക് ഇത്ര ദൂരം സഞ്ചരിക്കണമെങ്കിൽ അതിന് കൃത്യമായ നിർദ്ദേശം എവിടെ നിന്നെങ്കിലും ലഭിച്ചിരിക്കണം എന്നുള്ളത് പോലീസ് ഉറപ്പിക്കുന്നു. അത് ഈ കുട്ടിയുടെ സഞ്ചാരപഥം നിരീക്ഷിച്ചാണ് പോലീസിന്റെ ഒരു നിഗമനം എത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ഈ ബന്ധുക്കളുടെ അടക്കം മൊഴിയാണ്, അതായത് ഈ മാതാപിതാക്കളുടെ മൊഴിയാണ്. ഈ കുട്ടിക്ക് സഹോദരനുമായി ബന്ധമില്ല, അത്തരത്തിൽ യാതൊരു ബന്ധവും ഈ വീട്ടുകാർക്ക് ഈ സഹോദരനുമായി ഇല്ല എന്ന് പോലീസ് പറയുമ്പോൾ, മാതാപിതാക്കൾ പറയുമ്പോൾ അങ്ങനെയല്ല എന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം അതിന് 2 കാരണങ്ങളാണ്. ഈ കുട്ടി സഹോദരനുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം പോലീസിന് മുമ്പിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട CDR ആണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെത്തി അല്പസമയമാണ് പോലീസിന്റെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിരുന്നു. മറ്റൊന്ന്, ഈ കുട്ടി എങ്ങനെയാണ് അസമിൽ നിന്ന് ഇവിടേക്ക് എത്താനുണ്ടായ സാഹചര്യം, അത് ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള സംശയം പോലീസിന് കേട്ടതിലുണ്ട്. കാരണം ഈ കുട്ടിയാണ് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത്. അക്കാര്യത്തിൽ കുട്ടിക്ക് വലിയ മാനസിക വിഷമം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ഘട്ടത്തിൽ സഹോദരനുമായി ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയും ഈ സഹോദരന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ട്രെയിൻ തന്നെ കയറാൻ കുട്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം കനിയാപുരം റെയിൽവേ സ്റ്റേഷൻ സമീപത്തുണ്ട്. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷൻ തിരഞ്ഞെടുക്കാതെ കഴക്കൂട്ടം എന്ന ഓപ്ഷനിലേക്ക് കുട്ടി പോയതും ഈ ട്രെയിൻ തന്നെ തിരഞ്ഞെടുത്തതും എന്തുകൊണ്ട് എന്ന സംശയം പോലീസിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ട്രെയിൻ നാഗോർ എത്തുമ്പോൾ പിന്നീട് ബോഗി മാറില്ല, എഞ്ചിൻ മാത്രമാണ് മാറിയാണ് തിരിച്ച് ചെന്നൈക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രെയിൻ എന്തിന് സെലക്ട് ചെയ്തു, എങ്ങനെ സെലക്ട് ചെയ്ത് കൃത്യമായി കുട്ടിയെ പറഞ്ഞ് ആരോ നിർദ്ദേശിച്ചിരുന്നു എന്നുള്ള സംശയം പോലീസ് മുന്നോട്ട് വെക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ആരംഭിച്ചു. സഹോദരന്റെ ഫോണിന്റെ വിവരങ്ങൾ, അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാതാവിന്റെയും പിതാവിന്റെയും ഫോണിൽ നിന്നുള്ള വിവരങ്ങളും പോലീസ് ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവുക. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിരീക്ഷണം ഇപ്പോൾ സഹോദരന് മുകളിലേക്കും ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം സഹോദരൻ എവിടെയാണ്, എന്ത് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു, ഈ സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലാണ് സഹോദരന്റെ ഇപ്പോഴത്തെ പ്രവർത്തികൾ, എന്നീ കാര്യങ്ങളും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. യെസ്, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പോലീസിന് പല സംശയങ്ങളുമുണ്ട്. അത് ദൂരീകരിക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 13 വയസ്സുകാരുടെ സഹോദരനും ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിരീക്ഷണ വലയത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ, ഈ യാത്രയ്ക്ക് സഹോദരൻ്റെ പിന്തുണയുണ്ടോ, സഹായമുണ്ടോ, നിർദ്ദേശമുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷേ ഇക്കാര്യത്തിൽ കുറെ കൂടി വിവരം കിട്ടിയേക്കാം എന്ന് കരുതുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ട്രെയിൻ
അഡോണി എക്സ്പ്രസ് വിജയവാഡയിൽ എത്തുമ്പോൾ അവിടെ നടക്കുന്ന പരിശോധന, അവിടെ നടക്കുന്ന വിവരശേഖരണം ഒരുപക്ഷെ ഈ തെരച്ചിലിൽ കുറെ കൂടി നിർണായകമാകും എന്നാണ് കരുതുന്നത്.